നമസ്കാരം. ഭക്ഷണം പാകം ചെയ്യുന്നതിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഔഷധപരമായിട്ടും ഉള്ളിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം ഉള്ളി അല്ലെങ്കിൽ സവാള, ഓണിയൻ ഇത് തന്നെയാണ്. ഞാൻ ഡോക്ടർ സജിത ദിജൻ. പൊതുവെയായിട്ട് നമുക്ക് മലയാളികൾക്ക് ആഹാരം പാകം ചെയ്യുമ്പോൾ ഉള്ളി എങ്ങനെ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എടുത്തു പറയേണ്ടതില്ല. കാരണം ഒരു ദിവസത്തിലെ ഒരു ഡിഷിലെങ്കിലും ഈ ഉള്ളി ഉപയോഗിച്ചിട്ട് പാകം ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസുകളും അതിലെ സൾഫർ കണ്ടൻറ്റും ഒക്കെ തന്നെ നമുക്ക് ആരോഗ്യപരമായിട്ടും സൗന്ദര്യപരമായിട്ടും ഒത്തിരി ഗുണങ്ങൾ തരുന്നുണ്ട്. ബീജം പലാണ്ടോ വൃക്ഷസ്യാത്തോ ദന്തകീട പ്രമേഹജിത് എന്ന് പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് വൃക്ഷമായിട്ട് അഫ്രോഡീസിയാക്കി സെക്ഷൽ വികറിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വായിൽ വരുന്ന ചില അസുഖങ്ങൾ, ഡെൻ്റൽ കേരീസ് പോലുള്ള പല്ലിനൊക്കെ സംഭവിക്കുന്ന ചില അസുഖങ്ങൾ, ഇതിനെയൊക്കെ മാറ്റി നിർത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, പ്രമേഹ രോഗം ഉള്ളവരിലാണെങ്കിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള കേസാണെങ്കിലും നമുക്കതിൽ നിന്ന് മുക്തി നേടാൻ ഇത് സഹായകരമായി വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം? നമ്മൾ സാധാരണ കുക്ക് ചെയ്തിട്ടാണ് ഉപയോഗിക്കാറുള്ളത് എങ്കിൽ ഇത് പച്ചയായിട്ട് സാലഡ് രൂപത്തിലൊക്കെ കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇതിൽ സൾഫർ കണ്ടൻറ്റും ആൻറ്റി ഓക്സിഡൻസും തന്നെയാണ് ഇതിന് കാരണം. പലപ്പോഴും ഇത് ഉള്ളിലേക്ക് എടുക്കുന്നതിന് കൂടെ തന്നെ നമുക്കിത് മുടിയുടെ ആരോഗ്യത്തിന് കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ അലോപേഷ്യയുള്ള കേസിൽ, അമിതമായിട്ട് മുടി കൊഴിയുന്ന കേസിൽ നമുക്ക് നല്ലൊരു ടിപ്പായിട്ട് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഒത്തിരി അനേകം കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനും മുഖക്കുരു പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ തന്നെ വളരെ നല്ലൊരു സൊല്യൂഷനും കൂടിയാണ്. ലഭതോ ബലവർണ്ണൗച സ്വര സൗമനസ്യ തേജാംസി എന്നും പറയുന്നുണ്ട്. നമുക്ക് ശരീരബലം കൂട്ടാൻ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വരം നന്നാവാൻ, നമുക്ക് പനിയോ ജലദോഷമൊക്കെ വന്ന സമയത്ത് തൊണ്ടയ്ക്കൊക്കെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. സ്ഫുടം വരുന്ന രീതിയിലുള്ള ചുമയും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെയുള്ള സമയത്ത് നമുക്ക് ഈ ഉള്ളിയുടെ നീര് ഉപയോഗപ്പെടുത്താൻ കേട്ടോ. അല്ലെങ്കിൽ ഇത് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. അതുപോലെ ഇങ്ങനത്തെ ഒച്ചയടയുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, സൗണ്ട് ശരിയായിട്ടുള്ള സൗണ്ട് പുറത്തേക്ക് വരാത്ത സമയത്തൊക്കെ ഉള്ളി നിങ്ങൾക്ക് ഉപകരിക്കും. സ്കിന്നിൻ്റെ ഡീടോക്സിഫിക്കേഷനും അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്തും ഒക്കെ നമുക്ക് ഉള്ളിയെ പ്രയോജനപ്പെടുത്താൻ പറ്റും. ആൻറ്റി ഏജിങ്ങിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. ഇത് സ്ഥിരമായിട്ട് ഉള്ളിലേക്ക് എടുക്കുന്നത്, ഇതിൽ ആൻറ്റി ഓക്സിഡൻസുകൾ പലപ്പോഴും നമുക്ക് ഇതുപോലെ ഏജ് കൂടുതൽ വരുന്ന സമയത്ത് ചുളിവുകളും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടാറില്ലേ, അതൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. ഒട്ടും വരില്ല എന്നുള്ളതല്ല കേട്ടോ, ഇതെല്ലാം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ എടുക്കുക. ഒരുപാട് പ്രായം എത്തിയിട്ട് വരുന്ന കാര്യങ്ങൾ അത് ആ സമയത്തേ വരുള്ളൂ. നേരത്തെ വരുന്നത് തടയാൻ വേണ്ടി സഹായിക്കുമെന്നുള്ളതാണ് ഉള്ളി കൊണ്ടുള്ള ഗുണങ്ങൾ. അതുപോലെ ഇത് ചില ഭാഗങ്ങളിൽ സ്വെല്ലിങ് അല്ലെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ വേദനയോ ഒന്ന് റെഡിഷായിട്ട് പൊങ്ങിയിരിക്കുന്നതൊക്കെ കാണാറില്ലേ, ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനൊക്കെ വരുന്ന സമയത്ത് അത് കുറയ്ക്കാൻ ഇത് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ബാൻഡേജ് പോലെ കെട്ടിക്കൊടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ എപ്പോഴായാലും ഇത് അമിതമായിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളത് ഇതിൻ്റെ ഒരു രൂക്ഷ ഗുണം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഇത് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവണക്കെണ്ണയുടെയും ഒക്കെ കൂടെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അതുമാത്രമല്ല, ഇത് സ്കിന്നിലേക്കായാലും നമ്മൾ ഒരുപാടേറെ കോസ്മെറ്റിക് പ്രോഡക്ട്സിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. എപ്പോഴും ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. പലരും ഇത് ഡയറക്റ്റായിട്ട് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. എങ്കിലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് നമുക്കതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന, ഓയിലിൻ്റെ കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. നമുക്ക് നെറ്റി കയറി പോകുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ ഈ ഉള്ളിനീര്. ഇനി പലർക്കും സംശയമുള്ളതാണ് ഇത് മുടി നരയ്ക്കുമോ എന്നുള്ളത്. അതാണ് ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറഞ്ഞത്. പക്ഷേ ഈ ഉള്ളിയുടെ ഒരു സ്വഭാവം, ഉള്ളിയിൽ അടങ്ങിയിട്ടുള്ള കാറ്റലൈസ് ആൻറ്റി ഓക്സിഡൻറ്റ് കോമ്പൗണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അളവ് നമ്മുടെ ഹെയർ റൂട്ടിൽ വരുന്നത് കുറയ്ക്കുകയും അതുവഴി ഗ്രേ ഹെയർ ഉള്ളവർക്ക് വരെ അത് ഗ്രേ ഹെയർ മാറ്റാൻ വേണ്ടിയിട്ടും കൂടെ സഹായിക്കും എന്നുള്ളത് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംശയത്തിന് അത്രത്തോളം പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത്തരം സംശയമുള്ളവരാണെങ്കിലും കുറച്ചധികം ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഉള്ളിയുടെ നീരെടുത്തിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്തെ ഇതിലെ കൊളാജൻ
എക്സ്ട്രാ കൊളേജൻ ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മുടി അമിതമായിട്ട് കൊഴിയുന്നവർക്ക് അത് സ്റ്റോപ്പ് ചെയ്യാനും പിന്നെ പെട്ടെന്ന് റിസൾട്ട് കാണാറുണ്ട്. ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിലൊക്കെ തന്നെ ചെറിയ ചെറിയ ഹെയേഴ്സ്, ബേബി ഹെയേഴ്സ് വരുന്നതും ആ ഭാഗങ്ങളിൽ കഷണ്ടി പോലെ വന്നിട്ടുണ്ടെങ്കിലും ആ ഭാഗങ്ങളിൽ കുഞ്ഞു കുഞ്ഞു മുടികൾ വന്ന് അവിടെ ഫില്ലാവുന്നത് പോലെ. അതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട് സൈഡിൽ നിന്ന് മുടി കൊഴിയുന്നവരാണ് കൂടുതൽ ആളുകളും. അപ്പോൾ അവർക്ക് നല്ലൊരു റിസൾട്ട് കാണാറുണ്ട് അത് ഉപയോഗിക്കുന്ന സമയത്ത്. ഇനി അതുപോലെ തന്നെ ഇത് റോസ് വാട്ടറിൽ കുറച്ചധികം റോസ് വാട്ടറിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ടോണറായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സ്കിന്നിലേക്ക് നേരിട്ട് ഉപയോഗിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാത്തത്. പക്ഷേ ഇത് നമുക്ക് സ്കിന്നിന് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോഴും വളരെ നല്ലതാണ്. ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മുഖക്കുരു പ്രശ്നങ്ങളൊന്നും വരാതെ തടയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇനി ഇത് അമിതമായിട്ട് ഉപയോഗിക്കരുത്. എപ്പോഴും ഞാൻ പറഞ്ഞു ഒരു ഹോട്ട് പൊട്ടൻസി ഉള്ളത് കൊണ്ട് തന്നെ ബാഡ് ബ്രീത്ത്, നമ്മൾ വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ അറിയാലോ ഒരു ബാഡ് ബ്രീത്ത് വരും എന്നുള്ളതും, അതുപോലെ ശരീരം കുറച്ച് ചൂട് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കരുത്. മുറിവെണ്ണ, ക്രാക്കോട്ട് ഓയിൽമെൻറ്റ്, പൈലോസിഡ് ഓയിൽമെൻറ്റ് തുടങ്ങിയിട്ടുള്ളതിലൊക്കെ നമ്മൾ ഇതിന് സവാളയുടെ ഒരു കണ്ടന്റ് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇനി അത് മാത്രമല്ല, നമുക്ക് ബ്ലീഡിങ് പൈൽസ് പോലുള്ള കേസൊക്കെ ഉണ്ടെങ്കിൽ അത്തരക്കാർ ഒരു ഉള്ളി മുറിച്ചെടുത്തിട്ട് അത് ഇരട്ടി വെള്ളം വെച്ചിട്ട് കുറച്ചധികം പാല് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ട് അത് കുടിക്കുന്നത്, ആ പാല് അരിച്ചെടുത്ത് കുടിക്കുന്നത് ഇതുപോലെ ബ്ലീഡിങ് പൈൽസ് നിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി നെയ്യിൽ നമ്മൾ പീസാക്കി എടുത്തിട്ടുള്ള ഈ ഉള്ളി ഒന്ന് നെയ്യിൽ വറുത്തെടുത്തിട്ട് കഴിക്കുന്നതൊക്കെ തന്നെ സെക്ഷൽ വിഗർ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, നമുക്ക് ചുമ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്തും ഈ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ശബ്ദം അടഞ്ഞിരിക്കുന്ന സമയത്തും ഇങ്ങനെ നെയ്യിൽ വറുത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത്ര നിസാരമായിട്ടുള്ളതല്ല ഉള്ളി നമുക്ക് കറിയിൽ ഉപയോഗിക്കുന്നതിന് കൂടെ തന്നെ സാലഡ് രൂപത്തിലും ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്താം കേട്ടോ. ഇതിപ്പം സാലഡിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ വെറുതെ വെട്ടി എരിഞ്ഞ് കഴിക്കുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടായിരിക്കും. വളരെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ട് അത് നമുക്ക് അവക്കാഡോയുടെ പേസ്റ്റ് ഉണ്ടാക്കി അതിലേക്ക് കുറച്ച് കുക്കുംബർ, ക്യാരറ്റ് പോലുള്ള വെജിറ്റബിൾസും കൂടെ മിക്സ് ചെയ്തിട്ടും അല്പം ഒലീവ് ഓയിലും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ടിട്ടോ മസ്റ്റാർഡ് പേസ്റ്റും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടും ഒക്കെ തന്നെ നമുക്ക് ബ്രെഡിൽ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ സാൻഡ്വിച്ച് രൂപത്തിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമേ. അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അതൊക്കെ നമ്മുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കണം. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ രീതിയിലൊക്കെ തന്നെ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതായത് പച്ചയ്ക്ക് വേവിക്കാതെ തന്നെ കഴിക്കുന്ന ഒരു രീതി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് നോക്കുക. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളതും മിതമായിട്ട് ഉപയോഗിച്ചാൽ ഇത്രയേറെ ഗുണങ്ങളൊക്കെ തരുന്നതുമായിട്ടുള്ള ഉള്ളി നിങ്ങൾ ഉപയോഗിക്കാതെ പോകരുത്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യല്ലോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.